ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹമ്മദിയ ഖിലാഫത്ത് എന്ന ചർച്ചാ പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഖലീഫ എന്ന അറബി പദത്തിൻ്റെ വാക്കർത്ഥം പ്രതിനിധി, പിൻഗാമി എന്നൊക്കെയാണ്. ഇസ്ലാമിക സാങ്കേതിക പദാവലിയിൽ ഖലീഫ കൊണ്ടുള്ള വിവക്ഷ പ്രവാചകൻ്റെ വിയോഗശേഷം ആ വിടവ് നികത്തുന്നതിനും പ്രവാചകൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി വരുന്ന ദൈവനിയുക്തനായ വ്യക്തി എന്നതാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖിലാഫത്തിനെ അള്ളാഹു ഹബലുല്ല, ദൈവിക പാശം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ദൈവിക പാശത്തെ മുറുകെ പിടിക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങളിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും അള്ളാഹു വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചക പ്രഭുവായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫത്തിനെക്കുറിച്ച് ശത്രുക്കളുടെ ആക്രമണങ്ങളെ, ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള, ചെറുത്തു നിൽക്കുന്നതിനുള്ള പരിച എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇസ്ലാമിൽ ഖിലാഫത്തിന് എത്രമാത്രം പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്നാണ്. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുന്നത് അഹമ്മദിയ മുസ്ലിം മിഷണറിമാരായ എം നാസർ അഹമ്മദ് സാബ്, അതുപോലെ TM അബ്ദുൽ മുജീബ് സാബ് എന്നിവരാണ്. രണ്ടുപേരെയും ഞാൻ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മുസ്ലിം സമുദായം ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധത്തിൽ ഭിന്നിപ്പിലും ഛിദ്രതയിലുമാണുള്ളത്. ഈ ഒരു ദുരവസ്ഥയിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി ആഗോളതലത്തിൽ ഒരു ഖലീഫയുടെ, ഒരു ആത്മീയ നേതൃത്വത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയുമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ ഉണ്ടായിട്ടും മുസ്ലിം ലോകത്ത് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തത് എന്ന് നാസർ സാബ് ഒന്ന് വിശദീകരിക്കാമോ? ജസാക്കുമുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം വളരെ പ്രസക്തമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. എന്തുകൊണ്ട് മുസ്ലിം ലോകം കിടഞ്ഞ് പരിശ്രമിച്ചിട്ടും അവർക്ക് ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹദീസുകളെ കുറിച്ച് പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഖിലാഫത്ത് എന്നുള്ളത് ദൈവിക വാഗ്ദാനമാണ്. അത് ഒരു ഭൗതിക നേതൃത്വമല്ല. ഒരു ഭൗതിക നേതൃത്വമായിരുന്നുവെങ്കിൽ, ഒരു ഭരണ നേതാവായിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ എത്രയോ ഭരണ നേതാക്കന്മാരുണ്ട്, ഭരണകർത്താക്കന്മാരുണ്ട്. അവരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്ര തലവനെ ഇവർക്ക് ഖലീഫയാക്കാമായിരുന്നു. പക്ഷേ അവർക്കതിന് സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, സൂറത്തു നൂറിൽ 24-ാമത്തെ സൂറത്താണിത്, അധ്യായമാണ്. 56-ാമത്തെ വചനത്തിൽ വ്യക്തമായി അല്ലാഹു പറയുന്നുണ്ട്, വഅദല്ലാഹുല്ലസീന ആമനു മിൻകും വ അമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലസീന മിൻ ഖബ്ലിഹിം. അതായത് നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു അവരോട് വാഗ്ദാനം നൽകുന്നു, മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ അവരെയും ഖലീഫമാരാക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന മുസ്ലിങ്ങളിൽ വരാനിരിക്കുന്ന നേതൃത്വത്തെ സംബന്ധിച്ച് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ആദ്യത്തെ ഘട്ടം, ഇങ്ങനെ 5 ഘട്ടങ്ങളെ സംബന്ധിച്ച് മുസ്ലിം നേതൃത്വത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതായി മിഷ്കാത്തിലുള്ള ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ ഞാൻ എടുത്തു പറയാൻ കാരണം, അദ്ദേഹത്തെ സംബന്ധിച്ച് ബുഖാരിയിൽ അദ്ദേഹം മറ്റു പല റിവായത്തുകളും ചെയ്യുമ്പോൾ, കാരണം അവസാന കാലത്തുണ്ടാകുന്ന വിപത്തുകളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന, മറ്റെല്ലാവരും റസൂൽ തിരുമേനിയോട് ചോദിക്കാറുള്ളത് ഖൈറിനെ സംബന്ധിച്ചാണ്, പക്ഷേ ഞാൻ ഷെറിനെ സംബന്ധിച്ചാണ് ചോദിക്കാറുള്ളത്, അതിൽ പെട്ടുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ അവസാന കാലത്ത് വരുന്ന അവസ്ഥകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ഹുസൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം വളരെ വിശദമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും റിവായത്ത് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തകൂനു നുബുവ്വത്തു ഫീക്കും, നിങ്ങളിൽ നുബുവ്വത്ത് നിലനിൽക്കും, മാഷാ അല്ലാഹു അൻ തകൂന, അള്ളാഹു ഇച്ഛിക്കുന്ന കാലം അത്രയും. ഒന്ന് ആദ്യത്തെ ഘട്ടം റസൂൽ തിരുമേനി പറയുന്നത് നുബുവ്വത്തിൻ്റെ കാലഘട്ടമാണ്. ഇത് ഒരു ആത്മീയ നേതൃത്വമാണ്, നമുക്കെല്ലാവർക്കും അറിയാം.
വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഘട്ടത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? സുമ്മ തകൂനു ഖിലാഫത്തൻ അലാ മിൻഹാജിൻ നുബുവ, നുബുവത്തിൻ്റെ മാർഗത്തിലുള്ള ഖിലാഫത്തായിരിക്കും പിന്നീട് വരിക. അതുപോലെ ആത്മീയ നേതൃത്വമാണ്. മൂന്നാമത്തെ ഘട്ടത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സുമ്മ തകൂനു മുൽക്കൻ ആളൻ എന്നുള്ളതാണ്. അതായത് പരുക്കൻ രാജഭരണം വരും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഖിലാഫത്ത് എന്ന് പറയുന്നില്ല റസൂലുള്ള, മുൽക്കൻ എന്നാണ് പറയുന്നത്. നാലാമത്തെ ഘട്ടത്തെക്കുറിച്ച് നോക്കുക, അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത് സുമ്മ തകൂനു മുൽക്കൻ ജബരിയത്തൻ എന്നുള്ളതാണ്. അതായത് സ്വച്ഛാധിപത്യ രാജഭരണം വരുമെന്ന്. അവിടെയും ഖിലാഫത്ത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അഞ്ചാമത്തെ ഘട്ടത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്ന അവസാന കാലഘട്ടത്തിൽ വരുന്നത് സുമ്മ തകൂനു ഖിലാഫത്തൻ അലാ മിൻഹാജിൻ നുബുവ, നുബുവത്തിൻ്റെ മാർഗത്തിലുള്ള ഖിലാഫത്തിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് മറ്റു ഹദീസുകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഹസരത്ത് ഉസൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു തന്നെ വിവരിക്കുന്ന ഒരു ഹദീസ്, വളരെ പ്രസിദ്ധമായ ഹദീസാണ്. ബുഖാരിയിലും ഉണ്ടത്, മുസ്ലിമിലും എല്ലാം തന്നെ കാണാം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ വരുന്ന മുസ്ലിങ്ങളുടെ കക്ഷികളായി പിരിയുന്ന അവസ്ഥയെ സംബന്ധിച്ചും ധാർമ്മികപരമായിരിക്കുന്ന ആത്മീയപരമായിരിക്കുന്ന അധപ്പതനത്തെ സംബന്ധിച്ചുള്ള വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം റസൂൽ തിരുമേനി പറയുന്നത് ഇങ്ങനെ ഗ്രൂപ്പുകളായി കക്ഷികളായി മുസ്ലിങ്ങൾ പിരിയുമെന്ന്. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ചോദിക്കുന്നു റസൂൽ തിരുമേനിയോട്, യാ റസൂലുള്ളാഹ്, അപ്പോൾ ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. റസൂൽ തിരുമേനി പറയുന്നത് തൽസമു ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹും, മുസ്ലിങ്ങളുടെ ജമാഅത്തിനെയും അവരുടെ ഇമാമിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളിൽ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്, കക്ഷികളുണ്ട്, അവർക്കൊക്കെ നേതാവുണ്ടാവും. അതുകൊണ്ട് സഹാബത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു മുസ്ലിം ജമാഅത്തും ഇമാമും ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? റസൂൽ തിരുമേനി പറയുന്നു ഫഅതസിൽ തിൽക്കൽ ഫിർഖ കുല്ലഹ, എല്ലാ ഫിർക്കകളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം. അവരുടെ നേതാക്കന്മാരെ പിൻപറ്റാനല്ല പറഞ്ഞത്. ഒരു മുസ്ലിം ജമാഅത്തും അവരുടെ ഇമാമിനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്. ഇവിടെയും ഒരു ഇമാമിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തിൻ്റെ രക്ഷയായി പറയുന്നത്. ഇനി നമ്മൾ സൂറത്തുൽ ജുമുഅയിൽ നോക്കുക. സൂറത്തുൽ ജുമുഅയിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വ ആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു വരവ് ഇവരോട് ചേർന്നിട്ടില്ലാത്ത മറ്റൊരു കൂട്ടരിലും ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് ചോദിക്കുകയുണ്ടായി, ആരിലേക്കാണ്, ആ കാലഘട്ടം ഏതാണ് എന്ന് വിശദീകരിക്കാൻ ആരിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അവതരണം ഉണ്ടാകുക എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാനുൽ ഫാരിസി, അദ്ദേഹം സഹാബാക്കളൊക്കെ അറബികളാണ്, അറബി അല്ലാത്തൊരു വ്യക്തിയായിരുന്നു സൽമാനുൽ ഫാരിസി, അദ്ദേഹം അജമിയാണ്, അനറബിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, ലൗ കാനൽ ഈമാനു ഇൻദ സുരയ്യ ലനാലഹു റിജാലുൻ ഔ റജുലുൻ മിൻ ഹൗലായി. ബുഖാരിയിലുള്ള പല ഹദീസുകളിൽ ഉള്ളത്, ഞാൻ ബുഖാരിയിലുള്ള ഹദീസാണ് കോട്ട് ചെയ്യുന്നത്. ഈമാൻ ഇല്ലാത്തൊരു കാലഘട്ടം വന്നാൽ, സുരയ്യയോളം ഉയർന്നു പോകുന്നൊരു കാലഘട്ടം വന്നാൽ, ആ ഈമാനിനെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരൽ ഇദ്ദേഹത്തിൽ നിന്നുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒന്നിലധികം ആളായിരിക്കും. റസൂൽ തിരുമേനി ആ കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞത്, അന്ന് ഹിദായത്ത് ഉണ്ടാവില്ല, പള്ളികളുണ്ടാകും, ഖറാബ് മിനൽ ഹുദ. അതേപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത് മുസ്ലിങ്ങളുണ്ടാവും, പേരിന് മാത്രമായിരിക്കും. അപ്പോൾ എല്ലാം തന്നെ ഹിദായത്തില്ലാത്ത, ഈമാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ ഈമാനിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇമാം വരിക, അല്ലെങ്കിൽ ഈ വ്യക്തി വരിക എന്ന് ഇതിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. അതിനാണ് മുസ്ലിങ്ങൾ പറയുക ഇമാം മഹ്ദി വരും എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇമാം മഹ്ദി വരും എന്ന് വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇബ്നു മറിയമിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ആ ഇബ്നു മറിയമിൻ്റെ ഗുണമായിട്ട് റസൂൽ തിരുമേനി പറയുന്നത് എന്താണ്? ഇമാമുക്കും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഇമാമായിരിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇമാമിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചും വരവിനെ സംബന്ധിച്ചും അദ്ദേഹം വന്നിട്ടാണ് ഈ മുസ്ലിങ്ങളുടെ ഈ ദുരവസ്ഥ മാറുക എന്നും എല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരാണ് ഇമാം എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയ, പ്രവാചകന്മാരുടെ ചരിത്രം വിവരിക്കുന്ന, അതിൻ്റെ പേര് തന്നെ അംബിയ എന്നുള്ള, പ്രവാചകന്മാർ എന്നുള്ളതാണ്. ആ സൂറത്തിൽ, ആ അധ്യായത്തിൽ പ്രവാചകന്മാരുടെ ഓരോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് അവസാനം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ എന്നുള്ളതാണ്.
അതായത് ഇമാമിൻ്റെ ബഹുവചനമാണ് അയിമ. ഇവരെല്ലാം തന്നെ ഇമാമിയങ്ങളാക്കിയിട്ടുണ്ട്. യഹ്ദൂന ബി അംരിന, ഹിദായത്തില്ലാത്ത കാലത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹിദായത്ത് നൽകുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഇമാമിൻ്റെ വരവിനെ സംബന്ധിച്ച് ഹിദായത്ത് നൽകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീനാണ്. റസൂലുള്ളാഹിക്ക് ശേഷം പുതിയൊരു നുബുവത്തിൻ്റെ ആവശ്യം നമുക്കില്ല. റസൂലുള്ളാഹിൻ്റെ നുബുവത്ത് അവസാനം വരെ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത്, വിശുദ്ധ ഖുർആൻ, അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഒരിക്കലും തന്നെ അതിനൊരു കോട്ടം തട്ടുകയില്ല. ഇതൊരു പുതിയ ശരീഅത്തിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് വേണ്ടത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ ഹിദായത്തിനെ, ആ ഒരു നുബുവത്തിനെ ഇവിടെ സ്ഥാപിക്കുകയാണ് വേണ്ടത്, ഇവിടെ സജീവമാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് മുസ്ലിം ലോകം മഹദിയെ ഈസാ നബിയൊക്കെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാലാണ് പിന്നീട് ഇവിടെ ഖിലാഫത്ത് സ്ഥാപിക്കുക. കാരണം എന്താണ്? അദ്ദേഹം വന്നുകൊണ്ട് ഇവിടെ മുഅ്മിനീങ്ങളുടെ ഒരു ജമാഅത്തിനെ സ്ഥാപിക്കും. കാരണം ഈമാൻ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അപ്പോൾ മുഅ്മിനീങ്ങൾക്കാണ്, മുസ്ലിങ്ങൾക്കല്ല, മുഅ്മിനീങ്ങൾക്കാണ് ഖിലാഫത്തിൻ്റെ വാഗ്ദാനമുള്ളത്. സൂറത്ത് നൂർ ഞാൻ ആദ്യം ഓതിയ ആയത്തിൽ പറഞ്ഞ ആയത്തിൽ, പരാമർശിച്ച ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലു സ്സാലിഹാത്ത്. അങ്ങനെ ഇമാം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വിശ്വാസം സ്ഥാപിക്കുകയും ഈമാനെ തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ അദ്ദേഹം ഇവിടെ ഒരു വിശ്വാസ വൃന്ദത്തെ, മുഅ്മിനീങ്ങളുടെ ഒരു ജമാഅത്തിനെ സ്ഥാപിക്കുകയും ചെയ്തു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പറയുന്നതാണ് 1889 ഹദരത്ത് മിർസാ ഗുലാം അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഒരു അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളുടെ ഒരു ജമാഅത്ത് സ്ഥാപിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് വഫാത്തിന് ശേഷം അഹമ്മദിയ ഖിലാഫത്ത് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നുള്ളത് അള്ളാഹുവാണ്. അത് മറ്റൊരാൾക്കും തന്നെ ചെയ്യാൻ സാധ്യമേ അല്ല. അതുകൊണ്ടാണ് ഈ കൊച്ചു ജമാഅത്തിന് ഇപ്പോഴും തന്നെ ഖിലാഫത്ത് നിലനിൽക്കുന്നത്. 5ാമത്തെ ഖിലാഫത്താണ് ഇപ്പോൾ, 5ാമത്തെ ഖലീഫയാണുള്ളത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ 4ാമത്തെ ഖലീഫ ഹദ്റത്ത് മിർസ താഹിർ അഹമ്മദ് റഹ്മത്തുള്ളാഹി തആല ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് മുസ്ലിം ലോകത്തോട് പറയുകയുണ്ടായി, സാര ആലമെ ഇസ്ലാം മിൽക്കർ ജോർ ലഗാലേ ഒരു ഖലീഫ ബനാക്കർ ദിഖാദേ വോ നഹി ബനാ സക്ത. ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാവരും തന്നെ, ഇസ്ലാമിക രാഷ്ട്രങ്ങളും എല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്ന് പരിശ്രമിച്ചാലും, അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചാലും ഖലീഫ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ഖലീഫ ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇതേപോലെ ഇപ്പോഴത്തെ നമ്മുടെ ഇമാം ഹദ്റത്ത് മിർസ മസ്റൂർ അഹമ്മദ് അയ്യദഹുല്ലാഹു തആല ബിൻ നസ്റുൽ അസീസ് അദ്ദേഹം തന്നെ പറഞ്ഞത് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഖുതുബയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഹമാരാ യെ ഈമാൻ ഹെ കെ ഖലീഫ അല്ലാഹ് തആല ഖുദ് ബനാതാ ഹെ. ഖലീഫ ഉണ്ടാക്കുന്ന അള്ളാഹുവാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇനി മുസ്ലിങ്ങൾ എത്ര തന്നെ കോൺഫറൻസുകൾ നടത്തിയാലും, എത്ര തന്നെ അവർ മീറ്റിങ്ങുകൾ നടത്തിയാലും, നമുക്കറിയാം ഇന്നേക്ക് 100 വർഷം മുമ്പ് 1926 കൈറോയിൽ ചേർന്ന ലോക മുസ്ലിം കോൺഫറൻസ് 11 ദിവസമാണ് അവരവിടെ മീറ്റിംഗ് നടത്തിയത്. എന്നിട്ട് ആലോചിച്ചത് എങ്ങനെയെങ്കിലും ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി. പക്ഷേ 11 ദിവസം കഴിഞ്ഞിട്ട് അവർ നടത്തിയൊരു പ്രസ്താവനയാണ്, അവർ സാധാരണ ഒരു പ്രസ്താവന നടത്തി പിരിയുകയാണ് ചെയ്തത്. അവർ പറഞ്ഞത് യഥാർത്ഥ ഇസ്ലാമിക ഖിലാഫത്ത് അതിൻ്റെ ഉപാധികളോടെ പുനഃസ്ഥാപിക്കുക എന്ന കാര്യം മുസ്ലിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അസാധ്യമാണ് എന്നാണ്. ഇങ്ങനെ മീറ്റിങ്ങുകൾ നടത്തി പ്രസ്താവന ഇറക്കി പിരികയല്ലാതെ ഒരിക്കലും തന്നെ ആർക്കും തന്നെ ഖിലാഫത്തിന് ഉണ്ടാക്കാൻ സാധ്യമല്ല. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ അഹമ്മദിയ ഖിലാഫത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനപ്രകാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനപ്രകാരം ഇവിടെ വന്ന ഒരു ആത്മീയ ആഗോള നേതൃത്വമാണ്. ജസാകുമുള്ള. ഖലീഫ ഖുദാ ബനാത്ത ഹെ, അതായത് ഖലീഫയെ അള്ളാഹുവാണ് നിയമിക്കുന്നത് എന്ന കാര്യമാണ് താങ്കൾ ഇവിടെ അടിവരയിട്ട് പറഞ്ഞത്. അതിനെയാണ് താങ്കൾ ഇവിടെ വിശുദ്ധ ഖുർആൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ഇവിടെ സമർത്ഥിച്ചത്. മുജീബ് സാബ്, ആഗോളാടിസ്ഥാനത്തിൽ ആത്മീയ നേതൃത്വമുള്ള ഏക ജമാഅത്താണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ദൈവികമാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അഹമ്മദിയ ഖലീഫമാർ നേരിട്ട വെല്ലുവിളികളും അവ തരണം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന ദൈവിക പിന്തുണകളും എന്തൊക്കെയായിരുന്നു എന്ന് വിവരിക്കാമോ? ജസാക്കുമുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ വാഗ്ദാനവും ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനവും അനുസരിച്ച് അവതീർണനായ വാഗ്ദത്ത മഹദി മസീഹിൻ്റെ വിയോഗാനന്തരം ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവത്ത് ഈ ഭൂമിയിൽ സ്ഥാപിതമാകുകയുണ്ടായി. 1908
മെയ് 27-നാണ് ഹസ്രത്ത് ഹക്കീം നൂറുദ്ദീൻ സാഹിബിനെ റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ഒരു ആത്മീയ നേതൃത്വം സ്ഥാപിതമായതോടൊപ്പം തന്നെ അതിനെ എതിർക്കുന്നതിനും അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനുമായിട്ടുള്ള ശൈത്താനിക പ്രവർത്തനങ്ങളും മറുഭാഗത്ത് ആരംഭിക്കുകയുണ്ടായി. 6 വർഷത്തോളമായിരുന്നു ഒന്നാം ഖിലാഫത്ത് കാലഘട്ടമുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ചില ഖിലാഫത്ത് നിഷേധികൾ ഖിലാഫത്തിൻ്റെ പ്രാധാന്യമില്ലാതാക്കുന്നതിനും മറിച്ച് ഖിലാഫത്തിനെ തന്നെ ഇല്ലാതാക്കുന്നതിനുമായി പലതരത്തിലുള്ള ഗൂഢതന്ത്രങ്ങളും അണിയറയിൽ മിനഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് 1914 മാർച്ച് 13-ന് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ അവർ കാലേക്കൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ലഘുലേഖ ഖാദിയാനിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ മറ്റ് ഇടങ്ങളിലുള്ള അഹമ്മദികൾക്കും അവർ വിതരണം ചെയ്യുകയുണ്ടായി. ഈ ലഘുലേഖയിൽ പ്രധാനമായും അവർ പ്രസ്താവിച്ചിരുന്നത് ഖിലാഫത്ത് അനിവാര്യമല്ല, ഖിലാഫത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പദവിയില്ല, മറിച്ച് ഖലീഫ ഉണ്ടെങ്കിൽ തന്നെ അത് ദർസ് നൽകുക അല്ലെങ്കിൽ നമസ്കരിപ്പിക്കുക അതുമാത്രമാണ് ഖലീഫയുടെ ജോലി എന്നുമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. യഥാർത്ഥ ആ നേതൃത്വം അത് സദറഞ്ചുമൻ അഹമ്മദിയാക്കായിരിക്കണം എന്നുള്ളതാണ് അവർ അതിൽ പറഞ്ഞിരുന്നത്. ഈ ഒരു ലഘുലേഖ അത്തരം അവസരത്തിൽ അഹമ്മദികളിലുള്ളിൽ ഒരു അങ്കലാപ്പ് സൃഷ്ടിക്കുകയുണ്ടായി. അവർ ധർമ്മസങ്കടത്തിലാവുകയാണ് ചെയ്തത്. എന്നാൽ ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു അന്ന് വൈകുന്നേരം അസ്ർ നമസ്കാരാനന്തരം ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ധാരാളമായി ദുആ ചെയ്യുക. കാരണം എല്ലാവരും വളരെയധികം അസ്വസ്ഥരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ധാരാളമായിട്ട് ദുആ ചെയ്യുക, ധാരാളമായിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ സഹായം ഈ ജമാഅത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ശരിയായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യുക എന്ന് പറയുകയുണ്ടായി. പിന്നീട് അടുത്ത ദിവസം അസ്ർ നമസ്കാര ശേഷം ഏകദേശം 2000-ഓളം വരുന്ന അഹമ്മദികൾ ഖാദിയാനിലുള്ള മസ്ജിദ് നൂറിൽ ഒരുമിച്ച് കൂടുകയുണ്ടായി. ആദ്യം മുഹമ്മദ് അലി സാബ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വസിയത്ത് വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ഹസ്രത്ത് മിയാൻ സാബ് എന്ന ശബ്ദത്തിൽ പറയുകയുണ്ടായി. അതായത് അത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു. തുടർന്ന് ഹസ്രത്ത് സയ്യിദ് മുഹമ്മദ് ഹസൻ സാഹിബ് അദ്ദേഹം ഒരു ഖിലാഫത്തിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഒരു ലഘു പ്രഭാഷണം നടത്തുകയും ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് അദ്ദേഹത്തെയാണ് താൻ ഇതിന് അനുയോജ്യനായി കാണുന്നത് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ അവിടെ കൂടിയിരുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ അതിനെ പിന്താങ്ങുകയും ഹുസൂറിനോട് ബയ്യത്ത് വാങ്ങാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു അവരിൽ നിന്ന് ബയ്യത്ത് വാങ്ങുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ധാരാളമായി ദുആ ചെയ്യുക. ഞാൻ ബലഹീനനാണ്, എന്നാൽ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്തം അത് നിറവേറ്റുന്ന തൗഫീക്ക് അള്ളാഹു തീർച്ചയായിട്ടും എനിക്ക് നൽകുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് എന്നെ സഹായിക്കുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ചെയ്ത ഏറ്റവും ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ അഹമ്മദികൾക്കും അദ്ദേഹം ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ച് അയച്ചു കൊടുക്കുകയുണ്ടായി. അതിൽ ഖിലാഫത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അനിവാര്യതയെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി അദ്ദേഹം പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഖുദാക്കെ കാം കോ കോൻ റോക്കേഗ, അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തെ ആർക്കാണ് തടയാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഈ ഖിലാഫത്ത് അത് അള്ളാഹുവാണ് സ്ഥാപിച്ചിട്ടുള്ളത്, അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. ഏതു വിധേനയുള്ള പ്രവർത്തനങ്ങളെയും അള്ളാഹു നിഷ്പ്രഭമാക്കി കളയുമെന്നുള്ളത് ആ ഒരു പ്രഖ്യാപനമായിരുന്നു ഖലീഫത്തുൽ മസീഹ് സാനി തൻഹു ആ ലഘുലേഖയുടെ അഹമ്മദികൾക്ക് മുമ്പിൽ വെച്ചിരുന്നത്. പിന്നീട് നമുക്കറിയാം ഏകദേശം 52 വർഷത്തോളം ആ രണ്ടാം ഖിലാഫത്ത് നിലനിൽക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ അടിസ്ഥാനം അത് കൂടുതൽ സുദൃഢമാകുകയും ഇസ്ലാമിൻ്റെയും അഹമ്മദിയത്തിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ കോണുകളോളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പുതിയ പദ്ധതികളും പുതിയ പുതിയ ആസൂത്രണങ്ങളും ഏർപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ആ കാലഘട്ടത്തിലും പലതരത്തിലുള്ള പ്രതിസന്ധികളും ജമാഅത്ത് നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു അള്ളാഹു നൽകിയ ആ ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ ആ ഉൾക്കാഴ്ചയും ആ എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഹത്തായ രീതിയിൽ അദ്ദേഹം തൻ്റെ ആ 52 വർഷത്തെ ഖിലാഫത്ത് കാലഘട്ടം പൂർത്തീകരിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ 3-ാം ഖിലാഫത്ത് കാലഘട്ടം വരുന്നു. ആ കാലഘട്ടത്തിലും ജമാഅത്തിന് പലവിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 1974 കാലഘട്ടത്തിൽ ജമാഅത്തിനെതിരെ പാകിസ്ഥാനിലുണ്ടായ അഹമ്മദിയ വിരുദ്ധ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ ധാരാളം അഹമ്മദികൾക്ക് ജീവൻ നഷ്ടമായി, സ്വത്തുക്കളും അതേപോലെ തന്നെ സമ്പാദ്യങ്ങളുമെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്.
ആ സമയത്ത് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആലയെ പാകിസ്ഥാനിലെ നാഷണൽ അസംബ്ലിയിലേക്ക് വിളിപ്പിക്കുകയും അദ്ദേഹത്തോട് വിശദീകരണം തേടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ വെച്ച് അഹമ്മദിയ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും വളരെ ശക്തമായ നിലയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഏകദേശം 52 മണിക്കൂറോളം ആയിരുന്നു അദ്ദേഹം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അതിനുശേഷവും അദ്ദേഹം തൻ്റെ ആ ശക്തമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു. യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ യാതൊരു തരത്തിലുള്ള വിഘ്നങ്ങളോ അതിൽ അദ്ദേഹം വരാൻ സമ്മതിച്ചിരുന്നില്ല. വളരെ ശക്തമായി തന്നെ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി. അതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയായിരുന്നു. കാരണം ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ ജമാഅത്തിന് എതിരായിട്ട് ഈ പ്രക്ഷോഭങ്ങൾ നയിക്കുന്നതിന് അദ്ദേഹമാണ് മുന്നോട്ട് നീന്നിരുന്നത്. പിന്നീട് 4ാം ഖിലാഫത്ത് കാലഘട്ടം വരുന്നു. 1984 സിയാഉൽ ഹക്ക് ജമാഅത്തിനെതിരായി ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ഓർഡിനൻസ് മുഖേന അഹമ്മദികളെ അമുസ്ലിങ്ങളായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇസ്ലാം ഉപയോഗിക്കുന്ന യാതൊരു വിധത്തിലുള്ള ചിഹ്നങ്ങളും ഉപയോഗിക്കാൻ അഹമ്മദികൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. പള്ളിയെ പള്ളിയെന്ന് പറയുവാനോ ബാങ്ക് കൊടുക്കുവാനോ നമസ്കരിക്കുവാനോ കലിമ ചൊല്ലുവാനോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനോ അതേപോലെ തന്നെ സലാം പറയുവാനുള്ള അനുവാദം മുസ്ലിം അഹമ്മദികൾക്കുണ്ടായിരുന്നില്ല. മറിച്ച് ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 3 വർഷം കഠിന തടവോ അല്ലെങ്കിൽ വധശിക്ഷ തന്നെ ലഭിക്കാവുന്ന ഒരു ക്രിമിനൽ കുറ്റമായിട്ടായിരുന്നു അവരതിനെ ഗണിക്കപ്പെട്ടിരുന്നത്. മാത്രവുമല്ല ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഖിലാഫത്തിനെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢപദ്ധതിയും അവർ തയ്യാറാക്കിയിരുന്നു. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വവും മിലിറ്ററിയും അതുപോലെ തന്നെ പോലീസും പൊതുജനങ്ങളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ അഹമ്മദിയ ഖലീഫയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ആത്മീയ വ്യവസ്ഥിതിയെ തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവർ പദ്ധതികൾ തയ്യാറാക്കുകയുണ്ടായി. എന്നാൽ അള്ളാഹു ഖൈറുൽ മാക്കിരീനാണ്. ഏറ്റവും ഉത്തമമായി തന്ത്രം മെനയുന്നവനാണ് അള്ളാഹു. അവരുടെ ആ തന്ത്രങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 1984 ഏപ്രിൽ 26-ാം തീയതി ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല വളരെ സുരക്ഷിതനായിക്കൊണ്ട് പാകിസ്ഥാനിൽ നിന്നും ലണ്ടനിലേക്ക് ഹിജ്റത്ത് ചെയ്യുകയുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ രാഷ്ട്രവും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിരുന്നിട്ടും സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തെ വളരെ സുരക്ഷിതനായിക്കൊണ്ട് ലണ്ടനിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആ ഒരു സഹായവും പിന്തുണയും ഇല്ലാതെ ഒരിക്കലും ആകുമായിരുന്നില്ല. പിന്നീട് അദ്ദേഹം അവിടെ എത്തിയ ശേഷം ജമാഅത്തിനുണ്ടായ പുരോഗതികളും അതിനോട് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളുമെല്ലാം എങ്ങനെയാണ് നമുക്കറിയാം. മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയ എന്നുള്ള ആ ഒരു TV ചാനൽ ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും 24 മണിക്കൂറും ഇസ്ലാമിൻ്റെയും അഹമ്മദിൻ്റെയും സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ ഇസ്ലാമിൻ്റെയും അഹമ്മദിൻ്റെയും സന്ദേശം മുഴു ലോകത്തും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കഴിഞ്ഞ 117 വർഷത്തോളമുള്ള ഈ അഹമ്മദിയ ഖിലാഫത്ത് കാലഘട്ടത്തെ നാം അവലോകനം ചെയ്യുകയാണെങ്കിൽ ഓരോ അവസരങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായവും പിന്തുണയും എപ്രകാരമാണ് ഈ ജമാഅത്തിന് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു തൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഓരോ പ്രതിസന്ധിയെയും വളരെ നല്ല രീതിയിൽ തരണം ചെയ്യുന്നതിനായി അതിനെ മറികടക്കുന്നതിനായി കാലാകാലങ്ങളിൽ ഖലീഫമാരെ തൻ്റെ സഹായവും പിന്തുണയും കൊണ്ട് സഹായിച്ചുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജസാക്കുമുള്ള ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചതുപോലെ ഖുദാ കെ കാമോ കോ കോൺ റോക്ക് സക്താ ഹൈ, ഖിലാഫത്ത് എന്ന ദൈവിക പദ്ധതിയെ തടയാൻ ഭൂമിയിൽ ആർക്കും ആകില്ല എന്ന ഒരു പ്രഖ്യാപനം എങ്ങനെയാണ് പ്രത്യക്ഷതം പുലർന്നത് എന്നാണ് താങ്കൾ ഇവിടെ പറഞ്ഞു വെച്ചത്. നമുക്കറിയാം ഖിലാഫത്ത് ദൈവികമായതുകൊണ്ട് തന്നെ ഖിലാഫത്ത് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഖിലാഫത്തിനെ ഇല്ലാതാക്കാനോ വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ സാധിക്കുകയില്ല എന്ന് ഇവിടെ വ്യക്തമായിരിക്കുന്നു. ഈ പരിപാടിയിൽ എന്നോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ അഗേതവുമായി നന്ദി അറിയിക്കുന്നു. അൽഹംദുലില്ലാ 210-ൽ പരം രാഷ്ട്രങ്ങളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് ഇന്ന് വേരോട്ടമുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇസ്ലാമിൻ്റെ സുന്ദര അധ്യാപനങ്ങൾ കാഴ്ചവെക്കുകയും പ്രചരിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും അതുപോലെ പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് സത്വരം മുന്നേറുകയാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വന്ധ്യസ്ഥാപകൻ്റെ വാക്കുകളോടെ നമുക്ക് ഇന്ന് ഈ ചർച്ചയ്ക്ക് വിരാമമിടാം. ആ മഹാത്മാവ് ഒരിടത്ത് ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി. സൂഫി വര്യന്മാർ എഴുതിയത് ഇപ്രകാരമാണ്: ഒരു ദൈവദൂതൻ്റെയോ ആത്മീയ നേതാവിൻ്റെയോ മരണത്തിൽ ലോകം പ്രകമ്പനം കൊള്ളുന്നതാണ്. അത് അതീവ അപകടകരമായ ഒരു സമയമായിരിക്കും. ആ അവസ്ഥയെ ഒരു ഖലീഫയിലൂടെ അള്ളാഹു ഇല്ലാതാക്കുന്നു. ആ ഖലീഫയിലൂടെ ആ ദൗത്യം സുസ്ഥിരമാക്കുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ശേഷം ഒരു ഖലീഫയെ
നിയമിക്കാതിരുന്നത്? ഇതിനു പിന്നിലുള്ള തത്വരഹസ്യം എന്താണ്? അള്ളാഹു തൻ്റെ ഖലീഫയെ സ്വയം നിയമിക്കുമെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. കാരണം അത് അള്ളാഹുവിൻ്റെ മാത്രം പരിധിയിലുള്ള സംഗതിയാണ്. അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഒരു ന്യൂനതയും ഉണ്ടാകുകയില്ല. മൽഫൂസാത്ത് വാള്യം 10 പേജ് 229. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.